തിരുവനന്തപുരം ജില്ലയിൽ സൗത്ത് ഉപജില്ലയ്ക്ക് കീഴിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വിദ്യാലയം 1940കളിൽ ഇന്നത്തെ കുഞ്ചാലംമൂട്ടിന് സമീപം ചീക്കുവിള എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്ത് നാട്ടുപ്രമാണിയായിരുന്ന ശ്രീ ജനാർദ്ദനൻ പിള്ളയുടെയും ശ്രീമതി സുമതി അമ്മയുടെയും ശ്രീ നീലകണ്ഠൻ നായരുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും കൂട്ടായ ചിന്തയുടെയും ഫലമായി ഉടലെടുത്തതാണ്. ഒരു സ്വകാര്യ സ്ഥാപനമായാണ് ആദ്യഘട്ടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. 1947 സർക്കാർ ഏറ്റെടുത്തതോടെ ഗവൺമെന്റ് LPS ത്രിവിക്രമംഗലമായി രൂപാന്തരപ്പെട്ടു. ഈ സുമനസ്സുകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമസ്കാരം. ത്രിവിക്രമംഗലം ഗവൺമെന്റ് LPSലെ 2024-25 അധ്യയന വർഷത്തിൽ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂളിനെയും മികവാർന്ന തലത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച നമ്മുടെ കുഞ്ഞുങ്ങളെയും സ്കൂളിലെ അധ്യാപകരെയും അനധ്യാപകരെയും രക്ഷകർത്താക്കളെയും മറ്റ് നാട്ടുകാരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. 2024-25 അധ്യയന വർഷത്തെ കുഞ്ഞുങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളുടെ സമഗ്രമായ ഒരു റിപ്പോർട്ടാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. സമഗ്രം 2024-25 എന്ന അതിന് പേരിട്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മികവാർന്ന പ്രവർത്തനങ്ങളും അവരുടെ തനതായ അവതരണവും പ്രകടിപ്പിക്കുന്ന ഒരു വേദിയാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ അരങ്ങേറുന്നത്. ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് അറ്റ് 25 എന്ന പേരിലാണ് അത് ഇന്ന് നടക്കുന്നത്. എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമഗ്രം 2024-25 നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. 2023-24 അധ്യയന വർഷത്തെ സ്കൂൾ വാർഷികം 7/3/24 വൈകുന്നേരം 3 മണിക്ക് പ്രമുഖ വ്യക്തികളുടെ നിറസാന്നിധ്യത്തിൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശരണ്യ മാഡം ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ കലാപരിപാടികൾ മാറ്റുരച്ച വേദിയിൽ സമ്മാനദാനവും നടന്നു. പഠനോത്സവം 2023-24 അധ്യയന വർഷത്തിൽ നമ്മുടെ സ്കൂളിലെ ഓരോ കുട്ടികളും നേടിയ ശേഷികളും നൈപുണികളും സമൂഹത്തിനു മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള വേദിയായ പഠനോത്സവം തമലം യുവജന സമാജത്തിൽ വച്ച് മജീഷ്യൻ ശ്രീ മനു പൂജപ്പുര ഉദ്ഘാടനം ചെയ്തു. തുടർന്നു വരുന്ന ദിവസങ്ങളിൽ മധുരം മലയാളം പദ്ധതിക്കായി ലൈബ്രറി പുസ്തകങ്ങൾ സ്കൂളിൽ എത്തിക്കുകയും അത് കുട്ടികൾക്ക് നൽകുകയും ചെയ്തു. 3/5/25 ശ്രീ ഷാജി സാർ നമ്മുടെ സ്കൂളിൽ അധ്യാപകനായി ചുമതലയേറ്റു. അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോമും ടെക്സ്റ്റ് ബുക്കും വിതരണം നടത്തി. ശേഷം HM ഉൾപ്പെടെ എല്ലാ അധ്യാപകരും വെക്കേഷൻ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു. കുരുന്നുമക്കളെ സ്വീകരിക്കാനായി സ്കൂളും പരിസരവും വൃത്തിയാക്കാൻ അധ്യാപകരോടൊപ്പം PTA അംഗങ്ങളും കോർപ്പറേഷൻ ജീവനക്കാരും ഒറ്റക്കെട്ടായി നിന്നു. അങ്ങനെ ആ ദിവസം എത്തി. GLPS സ്കൂൾ വാസ് റെഡി ഫോർ സ്കൂൾ ഓപ്പണിംഗ് സെറിമണി. കളിയും ചിരിയും കരച്ചിലുമൊക്കെയായി ഞങ്ങളുടെ കുരുന്നുകൾ സ്കൂളിന്റെ മുറ്റത്തെത്തി. വാർഡ് കൗൺസിലറിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രവേശനോത്സവം കുട്ടികളെ സ്കൂളിലേക്ക് അടുപ്പിച്ചു. മധുരം വിതരണം ചെയ്തും കളർ പെൻസിലും ബുക്കുമൊക്കെ നൽകിയും ഞങ്ങൾ അവരെ സ്വന്തമാക്കി. രക്ഷകർത്താക്കൾക്കായി അവബോധ ക്ലാസും സംഘടിപ്പിക്കുകയുണ്ടായി. ദുഃഖകരമായ മറ്റൊരു സംഭവവും അന്നുണ്ടായി. നമ്മുടെ സ്കൂളിലെ അധ്യാപകനായ ശ്രീ ഷാജി സാറിന്റെ വിയോഗം. മൗനപ്രാർത്ഥനയോടുകൂടി ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി എന്ന സുഗതകുമാരി അമ്മയുടെ കവിതയെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ വർഷത്തെ പരിസ്ഥിതി ദിനം വളരെ ഗംഭീരമായി ആഘോഷിച്ചു. ഹരിത ബാനർ എടുത്തു പറയേണ്ട അനുഭവമായിരുന്നു. 2024-25 വർഷത്തെ PTA പൊതുയോഗം 7/6/2024 നടത്തുകയുണ്ടായി. PTA അംഗങ്ങളെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് അംഗങ്ങളുടെ മീറ്റിംഗ് കൂടി ശ്രീമതി ഹമീദയെ PTA പ്രസിഡന്റായും ശ്രീമതി ആശയെ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തു. അന്നേ ദിവസം ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ രക്ഷിതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്ലാസ് തല ശില്പശാലയും നടത്തി. ജൂൺ 19 വായനാ ദിനം. നമ്മുടെ കുട്ടികളുടെ ജന്മപുണ്യമെന്ന വണ്ണം പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് നേരിട്ട് ആദരിക്കാൻ ഞങ്ങളുടെ കുരുന്നുകൾക്ക് സാധിച്ചു.
വായനാ മാസാചരണത്തിന്റെ ഭാഗമായി ഒരു പുസ്തകോത്സവം സംഘടിപ്പിച്ചു. പ്രശസ്ത ഗണിത സാഹിത്യകാരൻ ശ്രീ പള്ളിയറ ശ്രീധരൻ സാർ ഉദ്ഘാടനം നിർവഹിച്ച പുസ്തക പ്രദർശനം നമ്മുടെ കുട്ടികൾക്ക് വേറിട്ട ഒരനുഭവമായിരുന്നു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്പെഷ്യൽ അസംബ്ലി നടത്തുകയും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം നൽകുകയും യോഗ ക്ലാസുകൾ നടത്തുകയും ചെയ്തു. 24/6/2024 ശ്രീമതി പ്രിയാമോൾ എസ് 3ാം ക്ലാസ് അധ്യാപികയായി ചുമതലയേറ്റു. ലഹരിയുടെ ഉപയോഗം സമൂഹത്തെയും വ്യക്തിയെയും ഒരുപോലെ നശിപ്പിക്കുന്നു. അതിൽ നിന്ന് മുക്തി നേടുക എന്ന ലക്ഷ്യത്തോടെ ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് കുട്ടികളുടെ റാലി സംഘടിപ്പിച്ചു. എല്ലാ കുട്ടികളും അധ്യാപകരും ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. ജൂലൈ 21 ചാന്ദ്രദിനം. വാനോളം ഉയർന്ന ഭാരതം, ബഹിരാകാശ ഗവേഷണം, ചാന്ദ്രദൗത്യങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വീഡിയോ പ്രദർശനം, ക്വിസ് മത്സരം, പോസ്റ്റർ നിർമ്മാണം, സ്കിറ്റ്, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. യുദ്ധം മാനവരാശിക്ക് വരുത്തുന്ന വിപത്തുകൾ, അതിനെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനായി യുദ്ധവിരുദ്ധ റാലി, സമാധാന സന്ദേശം വിളിച്ചോതുന്ന സുഡോക്കു കൊക്ക് നിർമ്മാണം, യുദ്ധവിരുദ്ധ പോസ്റ്റർ നിർമ്മിക്കൽ, ക്വിസ് മത്സരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിയും ഹിരോഷിമ നാഗസാക്കി ദിനവും ഞങ്ങൾ ആചരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 77ാം വാർഷികവും നമ്മുടെ സ്കൂളിൽ അതിവിപുലമായി ആഘോഷിച്ചു. പതാക ഉയർത്തൽ, സ്പെഷ്യൽ അസംബ്ലി, മധുര വിതരണം, തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, സ്വാതന്ത്ര്യദിന സന്ദേശം, റാലി എന്നിവ നടത്തുകയുണ്ടായി. സബ് ജില്ലാതല മത്സരങ്ങൾക്ക് മുന്നോടിയായി നടന്ന സ്കൂൾ കലോത്സവം, ശാസ്ത്രോത്സവം എന്നിവ നമ്മുടെ കുട്ടികളെ ആവേശഭരിതരാക്കി മാറ്റി. മത്സരബുദ്ധിയോടെ എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കാൻ കുട്ടികൾക്ക് സാധിച്ചു. തുടർന്ന് വന്ന സബ് ജില്ലാതല മത്സരങ്ങളിലും പ്രതിഭ തെളിയിക്കാൻ ഞങ്ങളുടെ കുട്ടികൾക്ക് കഴിഞ്ഞു. സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടത്തി. എക്കോ ക്ലബ്ബ്, ഗാന്ധി ദർശൻ ക്ലബ്ബ്, IT ക്ലബ്ബ്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ക്ലബ്ബുകൾ, ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നടന്നുവരുന്നു. 1 മുതൽ 4 വരെയുള്ള എല്ലാ കുട്ടികൾക്കും IT പഠനം നടത്തുന്നതിനുമായും ഒരു കമ്പ്യൂട്ടർ ലാബ് പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം എല്ലാ ക്ലാസുകളിലും LED പ്രൊജക്ടർ സൗകര്യവും ഞങ്ങളുടെ സ്കൂളിനുണ്ട്. അത്തപ്പൂക്കളമിടിയിലും ഓണസദ്യയും മാവേലിയും വിവിധ കലാപരിപാടികളും ഒക്കെയായി ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബർ 13 ഞങ്ങളുടെ കുട്ടികൾ ആർത്തുല്ലസിച്ച് ആഘോഷിച്ചു. ഗാന്ധി ദർശൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഈ വർഷത്തെ ഗാന്ധി ജയന്തി ദിനം, സ്പെഷ്യൽ അസംബ്ലി, പുഷ്പാർച്ചന, ഗാന്ധി സന്ദേശം, പ്രതിജ്ഞ, ഗാന്ധി വചനങ്ങൾ അവതരിപ്പിക്കൽ, സ്കൂളും പരിസരവും ശുചിയാക്കൽ തുടങ്ങിയ പരിപാടികളാൽ വിപുലമായി ആഘോഷിച്ചു. ഇതിനു മുന്നോടിയായി സെപ്റ്റംബർ 28 സതേൺ റെയിൽവേ ഫിനാൻസ് ഡിവിഷന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിത്രരചനാ മത്സരം നടത്തുകയും സമ്മാനം നൽകുകയും ചെയ്തു. കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണം അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതാകണം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി ഭക്ഷണത്തിൽ വൈവിധ്യം വരുത്താനും അത് തയ്യാറാക്കുന്നതിനായി വൃത്തിയും സൗകര്യങ്ങളും ഒക്കെയുള്ള ഒരു കിച്ചണും നമ്മുടെ സ്കൂളിൽ ഉണ്ട്. കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനായി ആഴ്ചതോറും ഡ്രൈ ഡേ ആചരിക്കുകയും റാബിസ് പോലുള്ള മാരക രോഗങ്ങൾക്കെതിരായും മറ്റ് കൊതുകുജന്യ രോഗങ്ങൾക്കെതിരായുമുള്ള ബോധവൽക്കരണ ക്ലാസുകളും നടത്തിവരുന്നുണ്ട്. കാണാതെ പഠിക്കുക എന്നതിലുപരി അനുഭവിച്ചറിയുക എന്നതിലൂന്നി 4ാം ക്ലാസിന്റെ ഊണിന്റെ മേളം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി എല്ലാ കുട്ടികൾക്കും ഉച്ചയ്ക്ക് സദ്യ നൽകി. 1ാം ക്ലാസ്സിലെ വാഹനം എന്ന തീമുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ കുട്ടികൾക്ക് വാഹന പ്രദർശനം നടത്തി. 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ഭൂമിയിലെ വിരുന്നുകാർ എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി കുട്ടികൾ അവതരിപ്പിച്ച റോൾ പ്ലേ അതിന് ഉദാഹരണങ്ങളിൽ ഒന്നാണ്. കേരളപ്പിറവി ദിനവും ഞങ്ങൾ മലയാള ഭാഷാ ദിനമായി ആഘോഷിച്ചു. അന്നേ ദിവസം സ്പെഷ്യൽ അസംബ്ലിയും ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. തുടർന്ന് കേരളപ്പിറവി ദിന പതിപ്പും തയ്യാറാക്കി. കേരള ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി മിനി എന്നൊരു സിനിമ ഡിസംബർ 4 പ്രദർശിപ്പിച്ചു. ലഹരിയുടെ ഉപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന വിപത്തുകളെയും ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു മിനി എന്ന സിനിമ. കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിനായി
അവരുടെ ഉച്ചഭക്ഷണത്തിലും പ്രഭാത ഭക്ഷണത്തിലും വൈവിധ്യം കൊണ്ടുവരാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട്. അതിനായി വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുന്നതിനായി ഞങ്ങളുടെ സ്കൂൾ മുറ്റത്തെ പച്ചക്കറികളും സ്കൂളിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താറുണ്ട്. ചെറുധാന്യങ്ങളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം ഉണ്ടാക്കുന്നതിനായി ഡിസംബർ 19 സ്കൂളിൽ മില്ലറ്റ്സ് ഡേ ആചരിച്ചു. ഇതിനോടനുബന്ധിച്ച് വീഡിയോ പ്രദർശനവും നടത്തി. ക്രിസ്തുദേവന്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഈ വർഷവും ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിച്ചു. കേക്ക് മുറിച്ചും ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തും കരോൾ നടത്തിയും ഞങ്ങളുടെ കുട്ടികൾ ക്രിസ്മസ് ആഘോഷിച്ചു. ഇക്കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്ത് അരങ്ങേറിയത് ശ്രദ്ധേയമായ ഒരനുഭവം തന്നെയായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് അവയെല്ലാം നേരിൽ കാണാനും സ്വർണ്ണക്കപ്പിനെ സ്വീകരിക്കാനുമുള്ള ഭാഗ്യം ലഭിച്ചു. അക്ഷരമുറ്റത്തേക്ക് പറന്നെത്തുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പഠനത്തിനും വിനോദത്തിനുമായി അവരുടെ മാനസിക വളർച്ചയ്ക്കുതകുന്ന തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു നഴ്സറി ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഈ വർഷത്തെ പഠന വിനോദയാത്ര ജനുവരി 18 നടത്തുകയുണ്ടായി. കുട്ടികളെല്ലാവരും ആർത്തുല്ലസിച്ച് പങ്കെടുത്തു. ഹാപ്പി ലാൻഡിലേക്കുള്ള ബസ് യാത്രയും യാത്രക്കിടയിലെ വിനോദവും ഹാപ്പി ലാൻഡിലെ വിവിധ തരം റൈഡുകളിലെ കളികളും ഒക്കെയായി ഞങ്ങളുടെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു വിനോദയാത്ര സമ്മാനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ വർഷത്തെ കായികമേള ഞങ്ങൾ ഗംഭീരമായി നടത്തി. ജനുവരി 24 രാവിലെ 9:30 നടന്ന മാർച്ച് പാസ്റ്റിലൂടെ കായികമേളയ്ക്ക് തിരിതെളിച്ചു. ചാമ്പ്യന്മാരാകാനുള്ള ഓരോരുത്തരുടെയും സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഞങ്ങളുടെയും ആവേശം ഇരട്ടിപ്പിച്ചു. എല്ലാ കുട്ടികളും ഒന്നിനോടൊന്ന് മത്സരിക്കുകയും സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തു. ഇന്ത്യ റിപ്പബ്ലിക് ആയതിന്റെ 75ാം വാർഷികം വളരെ സമുചിതമായ രീതിയിൽ ഞങ്ങൾ ആഘോഷിച്ചു. ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ദിനം ഞായറാഴ്ച ആയിരുന്നിട്ടും ഞങ്ങളുടെ എല്ലാ കുരുന്നുകളും PTA അംഗങ്ങളും സ്കൂളിലെ എല്ലാ ജീവനക്കാരും ആഘോഷ ചടങ്ങിൽ പങ്കുചേർന്നു. പതാക ഉയർത്തൽ, മധുര വിതരണം, ദേശഭക്തി ഗാനാലാപനം, റിപ്പബ്ലിക് ദിന സന്ദേശം, ഗാന്ധിജി, നെഹ്റു എന്നിവരുടെ വേഷമണിയൽ തുടങ്ങി ഒട്ടനവധി പരിപാടികൾക്ക് അന്നേ ദിവസം നമ്മുടെ സ്കൂൾ സാക്ഷ്യം വഹിച്ചു. ഇതിനു മുന്നോടിയായി നവംബർ 26-ാം തീയതി ഭരണഘടനാ ദിന വാർഷികവും ആഘോഷിച്ചു. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസമായ 1949 നവംബർ 26-നെ അനുസ്മരിക്കുന്ന ഭരണഘടനാ ദിനത്തിന്റെ 75ാം വാർഷികത്തിൽ ക്വിസ് മത്സരം, പോസ്റ്റർ രചന, ചിത്രരചന, കളറിംഗ് തുടങ്ങിയ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി നടത്തിയ പച്ചക്കറിത്തോട്ടം, മരച്ചീനി കൃഷി എന്നിവയുടെ വിളവെടുപ്പ് പല ദിവസങ്ങളിലും ആഘോഷമാക്കാൻ കഴിഞ്ഞു. കൂടാതെ വാഴക്കുല, നെല്ലിക്ക, മാങ്ങ, ചക്ക തുടങ്ങിയ ഫലങ്ങളും വിദ്യാലയ വളപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ധാരാളം മഹത് വ്യക്തികൾ അവരുടെ ജീവൻ ബലിയർപ്പിച്ച് നേടിയെടുത്തതാണെന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ രക്തസാക്ഷി ദിനവും ഗാന്ധി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ആചരിച്ചു. അന്നേ ദിവസം ഗാന്ധി ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന, ഗാന്ധി ഗീതാഞ്ജലി, ഗാന്ധി സന്ദേശം അവതരിപ്പിക്കൽ, മൗന പ്രാർത്ഥന, പ്രതിജ്ഞ, ഗാന്ധി ക്യൂസ്, സ്പെഷ്യൽ അസംബ്ലി തുടങ്ങി ധാരാളം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനായി വിപുലമായ പുസ്തക ശേഖരങ്ങൾ ഉള്ള നല്ലൊരു സ്കൂൾ ലൈബ്രറിയും പ്രവർത്തിച്ചു വരുന്നു. എല്ലാ ക്ലാസുകളിലും ക്ലാസ് ലൈബ്രറികളും സജ്ജമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഗണിതമൂലയും നടത്തിവരുന്നു. പ്രധാന വിഷയങ്ങൾക്ക് പുറമെ കായിക വിദ്യാഭ്യാസം, കലാപഠനം, പ്രവൃത്തി പരിചയം എന്നീ മേഖലകളിലും അധ്യാപകരുടെ സേവനം മികച്ച രീതിയിലാണ്. ഹരിത വിദ്യാലയം എന്ന വാക്കിനെ അന്വർത്ഥമാക്കും വിധം എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ ശുചീകരണ പരിപാടിയും മികച്ച നിലയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്കൂൾ കോമ്പൗണ്ട് വൃത്തിയായും ശുചിയായും സൂക്ഷിക്കുന്നതിൽ സ്കൂൾ ജീവനക്കാർ ഒരേ മനസ്സോടെ നിൽക്കുകയാണ്. ഹരിതകർമ്മസേനയുടെ സഹായത്താൽ ഒരു മികച്ച വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റവും നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സ്കൂളിന്റെ വികസനത്തിനും സ്കൂൾ പ്രവർത്തനങ്ങൾക്കും അധ്യാപകരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അനധ്യാപകരും PTA അംഗങ്ങളും നമ്മുടെ സ്കൂളിന്റെ മുതൽക്കൂട്ടാണ്.
2024-25 അധ്യയന വർഷത്തെ ഞങ്ങളുടെ ജൈത്രയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത്രയും നാൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഈ സ്കൂളിന്റെ പ്രവർത്തനത്തിനു വേണ്ടിയും അശ്രാന്തം പരിശ്രമിച്ച ഞങ്ങളുടെ PTA മെമ്പേഴ്സിനും നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാർക്കും സമഗ്രം 2024-25 പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഓരോ കുരുന്നുകളെയും സ്വന്തമായി കരുതുകയും അവരുടെ പഠന നേട്ടങ്ങളെയും മാനസിക ശാരീരിക വളർച്ചയെയും കൃത്യമായി വിലയിരുത്താനും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ അവർക്ക് വേണ്ട പിന്തുണ നൽകാനും ഈ വർഷവും ഞങ്ങൾക്ക് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ ടീം GLPS രവിക്രമംഗലം.